രാത്രിയിൽ എ.സിയുടെ ഉപയോഗം കൂടുതൽ വലഞ്ഞ് കെ.എസ്.ഇ.ബി. ജീവനക്കാർ. സെക്ഷൻ ഓഫീസുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തരുതെന്ന അഭ്യർത്ഥനയുമായി കെ.എസ്.ഇ.ബി. വൈദ്യുതി ഉപയോഗത്തിലുണ്ടായ റെക്കോർഡ് വർധനവ് കാരണം ഫ്യൂസ് പോയും ഫീഡറുകൾ ട്രിപ്പായും ചിലയിടങ്ങളിലെങ്കിലും വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നുണ്ട്. ഇത് കൂടുതലും സംഭവിക്കുന്നത് രാത്രി എ.സിയുടെ ഉപയോഗം വർദ്ധിക്കുന്ന സമയത്താണ്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ജീവനക്കാരുമായി സഹകരിക്കണമെന്ന് കെ.എസ്.ഇ.ബി. അറിയിച്ചു. ഫ്യൂസ് പോകുമ്പോൾ ഒരു പ്രദേശമാകെ ഇരുട്ടിലാകും. ഫീഡർ പോകുമ്പോഴാകട്ടെ നിരവധി പ്രദേശങ്ങളിൽ ഒന്നിച്ചാണ് വൈദ്യുതി നിലയ്ക്കുന്നത്. വൈദ്യുതി ഇല്ലാതായത് അറിയുന്ന നിമിഷം തന്നെ അത് പുനഃസ്ഥാപിക്കാനായി കെ.എസ്.ഇ.ബി. ജീവനക്കാർ ഒരുക്കം നടത്തുകയും പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി തകരാറ് പരിശോധിച്ച് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുകയുമാണ് ചെയ്യുന്നത്. സിസ്റ്റർ ജോസ് മരിയ കൊലപാതക കേസിൽ വിധി ഇന്ന്. കോട്ടയം പാലയിലെ സിസ്റ്റർ ജോസ് മരിയ കൊലപാതക കേസിൽ കോട്ടയം ജില്ലാ കോടതി ഇന്ന് വിധി പറയും. പിണ്ണാക്കനാട് മൈലാടി എസ്.എച്ച്. കോൺവെന്റിലെ സിസ്റ്റർ ജോസ് മരിയ തലക്കടിയേറ്റ് മരിച്ച സംഭവത്തിൽ കാസർഗോഡ് സ്വദേശി സതീഷ് ബാബുവാണ് പ്രതി. മറ്റൊരു കന്യാസ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് പ്രതി ഇപ്പോൾ ഉള്ളത്. 2015 ഏപ്രിൽ 17-നാണ് സിസ്റ്റർ ജോസ് മരിയെ മഠത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മോഷണ ശ്രമത്തിനിടെ പ്രതി സിസ്റ്ററിനെ തലക്കടിച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ആദ്യം സാധാരണ മരണമെന്ന നിലയിൽ കരുതിയിരുന്ന സംഭവം മറ്റൊരു കേസിന്റെ അന്വേഷണത്തിനിടയിലാണ് കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തിയത്. അമ്പലപ്പുഴയിൽ കെ.സി. വേണുഗോപാലിന്റെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് തീയിട്ട് നശിപ്പിച്ചു. അമ്പലപ്പുഴയിൽ കെ.സി. വേണുഗോപാലിന്റെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് തീയിട്ട് നശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയാണ് സംഭവം നടന്നത്. വട്ടപ്പള്ളിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലായിരുന്നു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ കൂടെ സമ്മതത്തോടെയാണ് ഫ്ലെക്സിന് തീയിട്ടത് എന്നാണ് വിവരം. ഇന്നലെ ഇവിടെ UDF നടത്തിയ തെരുവ് നാടകത്തെ തുടർന്ന് UDF പ്രവർത്തകരും CPM പ്രവർത്തകരും തമ്മിൽ സംഘർഷം നടന്നിരുന്നു. നാടകം CPM നേതാക്കളെ അപമാനിക്കുന്നതാണെന്ന് ആരോപിച്ചായിരുന്നു പ്രശ്നം. പിന്നാലെയാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്ന പറമ്പിന്റെ ഉടമയുടെ സമ്മതത്തോടെ ഫ്ലെക്സ് നശിപ്പിച്ചിരിക്കുന്നത്. സ്വർണ്ണവില കുതിക്കുന്നു. രൂപയുടെ വില താഴേക്ക്. രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് ഇടിവ്. US ഡോളറിനെതിരെ 83.51 എന്ന നിരക്കിലാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞത്. ഏപ്രിൽ 4-ന് രേഖപ്പെടുത്തിയ 83.455 ആയിരുന്നു ഇതുവരെയുള്ള രൂപയുടെ ഏറ്റവും താഴ്ന്ന മൂല്യം. പശ്ചിമേഷ്യൻ സംഘർഷവും US ഫെഡറൽ റിസർവ് നിരക്ക് കുറയ്ക്കാൻ വൈകുമെന്ന സൂചനയുമാണ് രൂപയുടെ മൂല്യത്തിൽ ചലനമുണ്ടാക്കിയത്. അതേസമയം സ്വർണ്ണവിലയിലെ വർധനവ് തുടരുകയാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി. 54,000 കടന്ന് പവന്റെ വില റെക്കോർഡ് കുതിപ്പിലാണ്. ഇന്ന് പവന് 720 രൂപ വർദ്ധിച്ച് 54,360 രൂപയായിരിക്കുകയാണ്. 1 ഗ്രാമിന് 90 രൂപ വർദ്ധിച്ച് 6,795 രൂപയായി. 15 ദിവസം കൊണ്ട് പവന് 3,680 രൂപയും 1.5 മാസത്തിനിടെ 8,000 രൂപയുമാണ് വർദ്ധിച്ചത്. വിഷുവിന് ശേഷമുള്ള 2 ദിവസങ്ങളിൽ മാത്രം പവന് 1,160 രൂപയാണ് കൂടിയത്. വിഷുവിന് നേരിയ കുറവുണ്ടായെങ്കിലും ഇന്നലെയും ഇന്നുമായി സ്വർണ്ണവില വീണ്ടും കുതിച്ചുയരുകയാണ്. ഭർത്താവിനെ ടെറസിൽ നിന്നും തള്ളിയിട്ട് തിളച്ച വെള്ളമൊഴിച്ചു. വിവാഹേതര ബന്ധമെന്ന് സംശയം. വിവാഹേതര ബന്ധമുണ്ടെന്നാരോപിച്ച് ഭർത്താവിനെ തിളച്ച വെള്ളമൊഴിച്ച് പൊള്ളലേൽപ്പിച്ച് ഭാര്യ തിളച്ച വെള്ളം ഒഴിച്ചതിനെ തുടർന്ന് യുവാവിന് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഭാര്യയുടെ ബന്ധുക്കൾ ടെറസിൽ നിന്ന് യുവാവിനെ തള്ളിയിടുകയും ചെയ്തുവെന്ന് യുവാവ് പറഞ്ഞു. ആശിഷ് റായ് എന്ന യുവാവിനാണ് ഭാര്യയുടെയും ബന്ധുക്കളുടെയും ആക്രമണത്തിൽ പരിക്കേറ്റത്. ഉത്തർപ്രദേശിലാണ് സംഭവം. സംഭവത്തെ തുടർന്ന് ആശിഷിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കൂടുതൽ പരിചരണത്തിനായി നഗരത്തിലെ മഹർഷി ദേവഗ്രഹ ബാബ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അസുഖബാധിതനായ സഹോദരനെ കാണാൻ ഭാര്യ അമൃതയുടെ അഭ്യർത്ഥന പ്രകാരം ഏപ്രിൽ 13-ന് ഭാര്യയുടെ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം നടന്നതെന്ന് ആശിഷ് പറഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ രാത്രി താമസിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. അന്ന് രാത്രി അമൃത അടുക്കളയിൽ നിന്ന് തിളച്ച വെള്ളമെടുത്ത് തന്റെ മേൽ ഒഴിക്കുകയായിരുന്നുവെന്ന് ആശിഷ് പറഞ്ഞു. ഓടാൻ ശ്രമിച്ചപ്പോൾ ഭാര്യാപിതാവ് തന്നെ മർദ്ദിച്ചെന്നും ഭാര്യ സഹോദരൻ തന്നെ ടെറസിൽ നിന്നും തള്ളിയിട്ടെന്നും ആശിഷ് കൂട്ടിച്ചേർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർക്കെതിരെയും IPC വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ടെന്ന് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഭീംകുമാർ ഗൗതം അറിയിച്ചു. സംഭവത്തിൽ ഭാര്യ അറസ്റ്റിലായിട്ടുണ്ട്. മറ്റുള്ളവർക്കെതിരെയും നടപടിയെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു.